പോകാം. മാളൂട്ടിയുടെ അച്ഛനല്ലേ പറഞ്ഞത് ഇവിടെ എനിക്ക് തത്ത വളർത്തുന്ന സ്ഥലമാന്നൊക്കെ. ഈ വീടിന്റെ ഫോട്ടോ അല്ലേ മാളൂട്ടി കാണിച്ചത്? ആ ചേച്ചി, എന്റെ അച്ഛൻ കാണിച്ചെന്ന വീടിന്റെ ഫോട്ടോ ഇത് തന്നെ. എന്നാ പിന്നെ ഇവിടെ തത്ത കാണുമായിരിക്കും. നമുക്ക് എന്നാ തത്തയെ കണ്ടിട്ട് തന്നെ പോവാം. തത്തയെ കണ്ടാൽ മാത്രം പോരാ, നമുക്ക് വാങ്ങിക്കണ്ടേ? ആരാ? ചേച്ചി. ചേച്ചി ഇവിടെ ഈ തത്ത വളർത്തുന്ന സ്ഥലമാണോ? ചേച്ചിയാണോ വളർത്തുന്നത്? ഞങ്ങൾ ഈ തത്തയെ കാണാൻ വേണ്ടിട്ട് വന്നതാ. ആ, ഇവിടെ തത്ത വളർത്തുന്ന സ്ഥലമാ. പക്ഷെ ഈ എല്ലാരും വാങ്ങിച്ചോണ്ട് പോകും ഇവിടെ വന്നിട്ട്. അങ്ങനെ ഇപ്പൊ ഈ 1-2 തത്തേ ഉള്ളൂ. എല്ലാത്തിനും കൊടുത്തു. ഇനിയിപ്പോ വേറെ ചെറുത് വാങ്ങിച്ചിട്ട് ഇനി വളർത്തണം ഇവിടെ. അയ്യോ ചേച്ചി, ഞങ്ങൾക്ക് അതിന്റെ ഒരു തത്ത വേണമായിരുന്നു. തത്ത വേണമായിരുന്നോ? ആകെ 2 ഉള്ളൂ. പക്ഷെ അതിന് ഇപ്പൊ എങ്ങനെ കൊടുക്കും? ഞാൻ ആലോചിക്കട്ടെ. പിന്നെ നിങ്ങളിന്ന് ഇവിടെ വെയിറ്റ് ചെയ്യേ. ഞാൻ എന്റെ മാമനെ ഇന്ന് വിളിച്ചു നോക്കട്ടെ. ഒരു മാസം തത്ത എന്റെ വീട്ടിൽ താമസിക്കും, അടുത്ത മാസം നിങ്ങളുടെ വീട്ടില്, അതിന്റെ അടുത്ത മാസം മാളൂട്ടിയുടെ വീട്ടിൽ, അതിന്റെ അടുത്ത മാസം എന്റെ വീട്ടിൽ, അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലായിട്ട് ഓരോരോ മാസങ്ങളായിട്ട് താമസിപ്പിക്കണം തത്തെ. അപ്പൊ എല്ലാവർക്കും തത്തെ കളക്ടുകയും ചെയ്യാൻ കാണുകയും ചെയ്യല്ലോ. പുകയുടെ മണം വരുന്നത്. ആ പിള്ളേരെ മാമ പറഞ്ഞപ്പോ തത്തയെ കൊടുക്കണ്ടെന്ന്. എന്റെ ദൈവമേ, ഇത് വലിയ കാട്ടുതീയാണല്ലോ. ഇവിടെ ആണെങ്കിൽ ചുറ്റിനും മരങ്ങളാ. ഈ വീട് മിക്കവാറും കത്തി പോകും. ഇവിടെ ആണെങ്കിൽ തത്തയെ മാത്രം വളർത്തുന്ന സ്ഥലം. ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടൊന്നും അല്ല. നമുക്കത് പെട്ടെന്ന് രക്ഷപ്പെടാം ഇവിടുന്ന്. ഈ വീട് കത്തിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ആ, ഞാൻ തത്ത എടുത്തോണ്ട് വരട്ടെ പെട്ടെന്ന്. തത്തയൊക്കെ പിന്നെ നോക്കാം, ഞാൻ പിടിച്ചോളാം. തത്തേ നമുക്ക് അങ്ങോട്ട് ഓടാം. ഞാൻ ആ കാട്ടതി കണ്ടിട്ട് പേടിച്ച് ഓടിയോണ്ട് എന്റെ തത്ത പറന്നു പോയത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആ ടെൻഷനിലായി പോയി. ആ, അത് നിങ്ങൾ വിഷമിക്കണ്ട. എന്തായാലും എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ലേ. അപ്പൊ ഈ തത്ത തന്നെ നിങ്ങൾ തന്നെ എടുത്തോ. ആ, പിന്നെ തത്തയ്ക്കാണെങ്കിൽ 1000 രൂപ റേറ്റ് കേട്ടോ. നിങ്ങളാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരാന്നല്ലേ പറഞ്ഞത്. അതൊക്കെ നമുക്ക് പിന്നെ കണക്ക് കൂട്ടി നോക്കാം. കാൽക്കുലേറ്റർ നോക്കണം. അങ്ങനെ എന്തായാലും നമുക്ക് 3 ഉറുപ്പിക ഷെയർ ഇട്ട് എടുക്കാം. എന്തെങ്കിലും പൈസ ചേച്ചി ഞങ്ങൾ ഗൂഗിൾ പേ തരും കേട്ടോ. ആ ശരി. ഞാൻ എന്നാലേ എന്റെ വീട്ടിലോട്ട് പോവാണേ. എന്റെ വീട്ടിൽ പോകണ വഴി അങ്ങോട്ടാ. ഓക്കെ, ബൈ. പഴമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ ആരും വേറെ പറയണ്ട. ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കാം. എന്തൊക്കെ തത്തയുടെ ഫുഡ് എന്തോ ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് ഞാൻ കൊടുക്കും കേട്ടോ. ഇടന്ന് പെട്ടെന്ന് രാത്രിയായി. മക്കളെ, നിങ്ങൾ രാത്രി എവിടെ പോവാ? ഞാനെങ്കിൽ എന്റെ തത്തകളെ കാണാനിട്ടായിരിക്കും നടക്കുക. എന്റെ ദൈവമേ, അവർ തത്തയൊന്നും തത്തകളെ കാണാനില്ലെന്നോ? അമ്മമ്മ തത്തകൾ എവിടെ പോയി? തത്തകൾ എവിടെ പോയി അറിയിക്കാൻ പിന്നെ ചേച്ചി കാണാനില്ലെന്ന് പറയോ? ഒരു രാക്ഷസിയാന്ന് തോന്നുന്നു എന്റെ 2 തത്തകളും തട്ടിക്കൊണ്ട് പോയത്. അയ്യോ, ഈ തള്ളയെങ്കിൽ തത്ത കണ്ടെങ്കിൽ പിടിച്ച് വാങ്ങിക്കല്ലേ. ഇപ്പൊ ഇവരുടെ തത്തയുണ്ട്. ഇവര് മിക്കവാറും വാങ്ങിക്കും. ഞങ്ങൾക്ക് ആർക്കും ഈ തത്ത കിട്ടത്തില്ല. ഒളിപ്പിച്ച് ബാക്കി പിടിക്കാം. മക്കളെ, നിങ്ങൾ എവിടെയല്ലേ എന്റെ തത്തകളെ കണ്ടാ പറയണേ. ശരി, ഞാനൊന്ന് തിരഞ്ഞു പോട്ടെ. ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. എവിടെ പോയായിരിക്കും? പിള്ളേർ കളിക്കാനൊക്കെ പറഞ്ഞോ പുറത്തിറങ്ങിയത് എല്ലാരും കൂടെ. പിന്നെ കണ്ടില്ല അവരെ. എവിടോട്ട് പോയെന്ന് അറിയത്തില്ല. ശാരദേ, ഇങ്ങോട്ട് വന്നേ. നടന്നു വന്നോ? എടി, പിള്ളേരുടെ എവിടെ പോയടി? പിള്ളേരെല്ലാം കൂടെ താഴെ കളിക്കുവായിരുന്നല്ലോ. പിന്നെ എങ്ങോട്ട് പോയി? ഞാനാണെങ്കിൽ മാളൂട്ടി നോക്കി വന്നതാ.
താഴെ നോക്കട്ടെ, പിള്ളേരൊന്നും അവിടെ നിൽപ്പില്ലല്ലോ. ഈ പിള്ളേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൂരെ ഒന്നും പോയി കളിക്കരുതെന്ന്. എപ്പോഴും ദൂരെ പോയി ഓരോന്ന് ഒപ്പിച്ച് വെക്കും പിള്ളേർ, എന്നാലും പഠിക്കത്തില്ല. എത്തി എല്ലാരും. പിള്ളേരെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ദൂരെ ഒന്നും പോയി കളിക്കരുത്? എവിടെ പോയി പറഞ്ഞു എല്ലാവരുടെ? ഇതെവിടുത്തെ തത്ത? ഇത് ആർക്ക് വാങ്ങിച്ചതാ? അമ്മണിക്കോ? ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള തത്തയാ. ഓരോ മാസം ഓരോരുത്തരുടെ വീട്ടിൽ ഈ തത്തയെ വളർത്തും. ആഹാ, ഇത് എത്ര രൂപയായി? ഇതിന് 1000 രൂപയായി അമ്മമ്മേ. ഞങ്ങൾ പക്ഷേ എല്ലാവരും കൂടി ഷെയർ ഇട്ട് എടുക്കുന്നു, 3 പേരും കൂടെ. തത്തയൊക്കെ ഇപ്പോൾ വളർത്താനുള്ള നിയമം ഉണ്ടോ പിള്ളേരെ? ഇത് വേറെ സൈസ് തത്തയാ ആന്റി. നമ്മളാരും വരുന്നുണ്ടോ? ആരും സംസാരിച്ചത്? വേറൊരു സ്വരം. പിള്ളേര് കൊള്ളാൻ്റെ ആളുകള് സംസാരിക്കുന്ന തത്തൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വന്നു നിങ്ങള്? ഓ, ഇതാരോടും പറയണ്ട കേട്ടോ സംസാരിക്കുന്ന ആരും കേട്ടോ പിള്ളേരെ. അയ്യോ പാവം മോളെ, ആ തത്തയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നതാ? അതിനെങ്കിൽ തിരിച്ചങ്ങ് പോണോന്നുണ്ടല്ലേ പറയുന്നത്? അയ്യോ മക്കളെ, നിങ്ങൾ വാങ്ങിച്ചെടുത്ത് തന്നെ കൊണ്ട് കൊടുക്ക്. കഷ്ടമുണ്ടല്ലോ അത്, വിഷമിക്കുന്നുണ്ടോ? എനിക്കല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ കാട്ടിലങ്ങനെ ദൂരെ പോയി കാണുമെന്ന്. ഈ പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള ദൂരെ അങ്ങ് പോരുത് പോരെന്ന്. ഇനിയിപ്പോ എങ്ങനെ ഇനി തിരിച്ചെന്നെ കൊണ്ടുപോകും ഇനി നിങ്ങള്? അയ്യോ പാവം മോളെ, അതിനെ വളർത്തുന്ന ആരുടെ കാര്യമാണ് പറയുന്നത്? എന്തായാലും അതിനെ കൊണ്ട് കൊടുക്കാം. ഞാനോട് വരാം നിങ്ങളുടെ. ഞാനോട് വരാം മക്കളെ. ആ, നിങ്ങൾ എല്ലാവരും കൂടെ ചെല്ല്, ഞാനിവിടെ ഇരിക്കാം. നിങ്ങളെല്ലാവരും പെട്ടെന്ന് കൊണ്ട് കൊടുത്തിട്ടോ. കഷ്ടം, ആ പാവക്ക് തത്ത കടന്ന് വിഷമിക്കുന്നത് കണ്ടോ? അടുത്ത പൊല്ലാ പൊണ്ടാക്കി വെച്ച് പിള്ളേര്. വല്ല കാര്യം ഉണ്ടായിരുന്നു തത്തയെ കൊണ്ടുവരാന്? നിങ്ങൾ ഇത് എവിടെയാണെന്ന് പറഞ്ഞില്ലേ പോകുന്നത്? ആരുടെ നമ്മൾ ഏൽപ്പിക്കും? അറിയത്തില്ല അമ്മേ, ഒരു അമ്മൂമ്മ കണ്ട ഞാൻ പറയാം. പക്ഷേ അവരുടെ വീട് എവിടെയാണെന്ന് അറിയത്തില്ല. അവരെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ വഴി തെറ്റിയെന്ന് തോന്നുന്നു. താഴോട്ടാണ് തോന്നുന്നു പോകേണ്ടത് ഇവിടുന്ന്. തത്തയോട് ചോദിക്കുന്ന തത്തക്കുട്ടി, നിനക്കറിയാം നിന്റെ വീട് എവിടെയാന്ന്? ശരിയാ മോളെ, നമ്മുടെ ലവ് ബേഴ്സിനെ ഇതുപോലെ വളർത്തി വിട്ടതല്ലേ കാക്ക എന്നാണ് കൊത്തിക്കൊന്നത്. ചേച്ചി നേരെ ഒരുപാട് ഇരുട്ടിയല്ലോ. സമയം ഇപ്പൊ എത്രയായി കാണും? 10 മണി എങ്ങോട്ടായെന്ന് തോന്നില്ലോ. കൊടും കാടാന്ന് തോന്നിയത്. പക്ഷെ ഇന്ന് തന്നെ വരണമെന്നില്ലായിരുന്നു, നാളെ വന്നാലും മതിയായിരുന്നു. നമ്മളെ വീട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ ലേറ്റായിട്ട് ഇറങ്ങിയത്. ഓ, അന്നേരം ഒന്നും ചിന്തിച്ചില്ല ഈ പാവം പിടിച്ച തത്തയുടെ കാര്യം ആലോചിച്ചത്. നമ്മൾ എങ്ങനെ കണ്ടെത്തും ഇനി അവരെ? ഇതിന്റെ അടുത്തങ്ങനെ ആയിരിക്കും അവരുടെ വീട്. എന്തിനാ കുട്ടുമാരി നീ രാത്രി കിടന്ന് ബഹളം വെക്കുന്നത്? വേറെ വല്ല കള്ളന്മാരെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊന്നും പിടിക്കത്തില്ലേ? ഉണ്ടാക്കിയാണ് അവിടെ. അത് തന്നെയല്ല, നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോഴേ ഇപ്പൊ ഏതെങ്കിലും ഒക്കെ ഇളകി വരും. പിന്നെ മിണ്ടായിരിക്കും അവിടെ. ഇങ്ങോട്ട് തന്നെയാന്ന് പിള്ളേരെ. ഇതെവിടെ സ്ഥലം? ഗുഹയാന്നല്ലേ ഇത്? ഇതാണ് അമ്മമ്മ. ആ അതെ അതെ, ഞാൻ തന്നെ അമ്മമ്മ. എന്റെ തത്തയ്ക്ക് താങ്ങോച്ചേ. എന്റെ തത്തമ്മോളെ, നീ എവിടെ പോയൊക്കെ വരുന്നത്? നീ അകത്ത് പറഞ്ഞു നോക്കോ. എന്നാ ശരി കേട്ടോ, ഞങ്ങൾ ഇറങ്ങട്ടെ. പിള്ളേർക്കൊന്നും അറിവില്ലാതെ ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. സോറി കേട്ടോ, ഇവിടുത്തെ തത്തയെന്ന് അറിഞ്ഞില്ലേ പിള്ളേര്. ഞങ്ങൾ എന്തായാലും തിരിച്ചു കൊണ്ടുവന്നല്ലോ. ഞങ്ങൾ പോട്ടെന്നാ. എവിടെ പോന്ന്? അല്ല, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോവാ. തത്ത ഞങ്ങൾ ഇവിടെ ആക്കിയല്ലോ. എന്നാ ശരി എന്നാ. വാ മക്കളെ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നിന്നെയൊന്നും ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. നിന്നെയൊക്കെ ഞാൻ വക വരുത്തും.
നിന്നെയൊക്കെ തർക്കുത്തരം പറയാൻ തുടങ്ങിയ നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്റെ തനി സ്വരൂപം എന്തുവന്ന്. അയ്യോ ഇതെന്തോ ഇത്? ഞാൻ ഈ വില്ലുവാമലയിലെ രാക്ഷസി. എന്റെ അടുത്ത് ഒരു കളിയും നടക്കത്തില്ല നിന്റെയൊക്കെ. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുത്തെ തോഴിയാ, ഈ രാക്ഷസിയുടെ അടിമ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ രാക്ഷസി പറഞ്ഞിട്ടാ ഞാൻ അവളാണെങ്കിൽ ആ വീട് കൊണ്ടുവച്ചതും അവിടെ തത്തെ വളർത്തിയതും ഒക്കെ നിങ്ങളെ ഇവിടെ വരുത്താൻ വേണ്ടിട്ട്. ഇവളും നിങ്ങളെ പോലെ എന്റെ ട്രാപ്പിൽ പെട്ടവളാ. നിങ്ങളെയും കൂടെ ഞാൻ എന്റെ അടിമയാക്കാം. ഹെടി മാലിനി, എന്താ പറഞ്ഞോളൂ. എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നീ. നല്ല തണുപ്പ്. ഇവിടെ തീ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കൊണ്ട് വെച്ചാൽ മതി ഇത് വെള്ളം, കേട്ടോ? ആ കേട്ടു. ഞാനെന്നാ പോയി എന്റെ ദേഹത്തൊക്കെ തൈലം പുരട്ടിയിട്ട് വരട്ടെ. ശാരദ ചേച്ചി, നമ്മളിനി എങ്ങനെ രക്ഷപ്പെടും ഇവിടുന്ന്? കുട്ടി, നീ ഇവിടുത്തെ അടിമയായിട്ട് മാറിയതാണോ? എങ്ങനെ ഇവിടെ വന്ന് പെട്ടത്? ഞാൻ ഒരു ദിവസം കാടിനകത്ത് പൂ പറിക്കാൻ വന്നപ്പോ ഇവരെന്നെ കണ്ടി രാക്ഷസി. ഇവരാണെങ്കിൽ മാന്ത്രിക ശക്തി എന്തോ പ്രയോഗിച്ചെന്നിട്ടാണെങ്കിൽ എന്നെ ബോധം കെടുത്തി. ഞാൻ ഉണർന്നപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കുക. എനിക്ക് പിന്നെ പുറം ലോകം കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതൊക്കെ ഇവരുടെ മാന്ത്രിക ശക്തിയിൽ ഇവരുണ്ടാക്കിയ വീട് അതൊക്കെ. എന്നിട്ട് അവര് തന്നെ ആ വീട്ടിലാണെങ്കിൽ തീ പിടിപ്പിച്ചതൊക്കെ. നിങ്ങളെ എനിക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കളികളായിരുന്നു അവരുടെ. അല്ല, ഞങ്ങൾ എന്തിനാ രാക്ഷസി ഇവിടെ കൊണ്ടുവരുന്നത്? രാക്ഷസിക്ക് ഞങ്ങളെ എങ്ങനെ പരിചയമുണ്ട്? നിങ്ങളെല്ലാരും കൂടെ ആക്കി താഴത്തെ റോഡിൽ കൂടെ ആക്കി 2-3 ദിവസം മുന്നേ പോയത് ഓർമ്മയുണ്ടോ? ആ പോയപ്പോഴാണെങ്കിൽ കുഞ്ഞിന്റെ അരച്ചിൽ കേട്ടിട്ട് നിങ്ങളാണെങ്കിൽ ആ കുഞ്ഞിനെ തപ്പിയോടെല്ലാം നടന്നില്ലേ കാട്ടിൽ മൊത്തം? അന്നേരമാണെങ്കിൽ ഈ രാക്ഷസി നിങ്ങളെ കണ്ട്. അന്നേരം രാക്ഷസി നിങ്ങളെ നോട്ട് വിട്ടതാ. എങ്ങനെയെങ്കിലും നിങ്ങളെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് പിന്നെ പ്രയത്നങ്ങളായി. അങ്ങനെ പിന്നെ ഞാനായിട്ട് തീരുമാനം എടുത്തിട്ടാ പിന്നെ അവിടെ ആണെങ്കിൽ ആ വീടൊക്കെ പണിഞ്ഞ് അവിടെ തത്തയെ വളർത്തുന്ന രീതിയൊക്കെ ഉണ്ടാക്കി വെച്ചത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞിന്റെ കരച്ചിലായിട്ടിട്ട് കുഞ്ഞിനെ കണ്ടുപിടിച്ചോ? അതും ഇല്ല. ആ, അത് നിങ്ങൾക്ക് അറിയണ്ടേ? ആ കുഞ്ഞായിട്ട് കരഞ്ഞത് വേറൊരു പ്രേതവാ. അതിവിടെ ഉള്ള വേറൊരു പ്രേതം. ഇനി മലയുടെ അപ്പുറത്തുള്ളതാ. ആ പ്രേതവും ഈ രാഷ്ട്രീയമായിട്ട് എപ്പോഴും അടിയാ. ഇവർ രണ്ടും പൊരിഞ്ഞ അടിയും വഴക്കും എപ്പോഴും. ദൈവമേ, എന്തൊക്കെയാ കേൾക്കുന്നത്? നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ മോളെ? അങ്ങനെ ഓടിപ്പോയത് അവര് നമ്മളെ പിന്തുടർന്ന് പിടിക്കും. അയ്യോ, ഞാനെങ്കിൽ അവർക്ക് വെള്ളം തിളപ്പിക്കട്ടെ. അവരല്ലേ വരുമ്പോ എന്നെ കൊല്ലും. ആകെപ്പാടെ പെട്ടുപോയല്ലോ ശാരദ ചേച്ചി നമ്മള്. ഇതെനിക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനായിട്ട് വയ്യ. ചേട്ടനെ കൂടെ വിളിക്കേണ്ടതായിരുന്നു. അവരുണ്ടായിരുന്നെങ്കിൽ പിന്നെ ചേട്ടന്മാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ രാത്രി എവിടെയും പോകുമ്പോൾ ചേട്ടന്മാരെല്ലാം ഒറ്റയ്ക്ക് പോകരുതെന്ന്. നമ്മള് എന്തൊരു കഷ്ടം പറ. അന്ന് നീയൊക്കെ എന്റെ കയ്യിൽ രക്ഷപ്പെട്ടു. ഇന്ന് അവസരം വന്നേക്കുവാ. നിന്നെയൊക്കെ ഞാൻ വക വരുത്തും. നിന്നെയൊക്കെ എനിക്ക് വേണം. ഞാൻ കൊണ്ടുപോകുക നിന്നെയൊക്കെ. എടി രാക്ഷസി, ഞാൻ തന്നെടി. നിങ്ങൾ എന്റെ ശത്രു അല്ലേ? പൊതുശത്രു. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇറങ്ങിപ്പോ പ്രേതവേ, ഇറങ്ങിപ്പോ പ്രേതവേ. ഞാൻ അങ്ങനെ വെറും കൈയോടെ മടങ്ങാൻ വന്നതല്ല. ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. കഴിഞ്ഞ ദിവസം ഇവരെന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഇപ്പൊ അവരെ എനിക്ക് തന്നെ കിട്ടി. ആര് പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകുന്ന ഇവരെ? ഇത് എന്റെ പിള്ളേരാ. പിന്നെ എന്റെ പിള്ളേരെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ തള്ള നമ്മളെ ഇപ്പൊ രക്ഷിക്കാൻ പോവാന്ന്. ഇതാ രാക്ഷസിയുടെ മെയിൻ ശത്രു ആ പ്രേതം. ആണോ? നിങ്ങളെ ഞാൻ കുറെ നാളോട് നോട്ടം ഇട്ട് വെച്ചേക്കും. നിങ്ങളെ ഞാൻ വക വരുത്തി തരാം. എന്തായാലും എന്റെ ഗുഹയിലേക്ക് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പാഠം പഠിപ്പിച്ചു തരാം. ആഹാ രാക്ഷസി, നീ എന്നെ പാഠം പഠിപ്പിക്കോ? ഞാൻ നിനക്ക് ഞാൻ പാഠം പഠിപ്പിച്ചു തരാം. ഇതാണോ നിങ്ങളുടെ വീട്? ആ, ഇതാ മോളെ ഞങ്ങളുടെ വീട്. ഓ, നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിലെത്തിപ്പെട്ടു. ആ പ്രേത രാക്ഷസി തമ്മിൽ പൊരിഞ്ഞ അടിയായിട്ട് നമ്മൾ രക്ഷപ്പെട്ടതല്ലേ? അതെ അതെ. അയ്യോ പാവം, ഈ മോള് രക്ഷപ്പെട്ടല്ലേ നമ്മള് കാരണം. എത്രയോ വർഷം കൊണ്ട് ചേച്ചി അവിടെ അടിമയായിട്ട് കിടക്കുമല്ലേ ചേച്ചി? ഞാനിപ്പോ 5-6 വർഷമായിട്ട് അവിടെ അടിമയായിട്ട് നിൽക്കുവാ ആ രാക്ഷസിയുടെ. ഇപ്പൊ അതുകൊണ്ട് സന്തോഷമായില്ലേ മോളെ? അതെ അതെ.